അല്ല എന്തെങ്ങനെ ഒഴിഞ്ഞ ടെൻഷനും അടിച്ചിങ്ങനെ നിക്കണു? അതിന്റെ കഥയൊന്നും പറയണ്ട. എന്റെ ഒരു പരിപാടി നടക്കുന്നില്ല, അതിന്റെ ടെൻഷനിലാണ്. അതിനെന്തെങ്ങൾക്ക് പരിപാടി? ഈ വെള്ളി ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പേര നടക്കല്ലേ? ഞാൻ ഈ വെള്ളി ഇട്ട് നടക്കണ വെച്ച് നോക്കണ്ട. ഞാനൊക്കെ ഈ നാട്ടിൽ എത്ര കല്യാണം മുടക്കിക്കുന്ന എന്റെ വിചാരം. ഇപ്പൊ നടക്കണില്ലാന്ന്. ചെറുക്കന്മാർക്ക് പെണ്ണ് കിട്ടൂല. ഏതെങ്കിലും ചെറുക്കന്മാർക്ക് കിട്ടുകയാണെങ്കിൽ അത് ഒളിച്ചോടിക്കൊണ്ടിരാണ്. ഐറ്റങ്ങളുണ്ടോ മുടക്കാൻ കഴിച്ചിട്ട് ഒളിച്ചോടി പോകല്ലേ. ഉമ്മയും ബാപ്പയും പറഞ്ഞത് കേൾക്കില്ല. എന്നിട്ട് അപ്പൊ ഞാൻ പറഞ്ഞ മുടങ്ങണേ. അതാണ് ഇപ്പത്തെ അവസ്ഥ. അതാ നിങ്ങളെ ടെൻഷന്. അങ്ങനെയാണെങ്കിലേ താടി ഭാവതാ വരുന്നു. നമുക്ക് പെണ്ണ് റെഡി ആക്കണം. അത് എങ്ങനെയാണ് എവിടുന്നാണ് അന്വേഷിച്ചു ഒന്ന് മുടക്കി തരും. അത് മുടങ്ങില്ല ഞങ്ങൾക്കും നിർബന്ധമാണ്. കാരണം ഞങ്ങൾക്ക് ഇതുവരെ പെണ്ണ് റെഡി ആയിട്ടില്ലേ. എന്നിട്ടാ പോയിട്ട് കെട്ടൽ അന്വേഷിച്ച് നോക്കി. സൽമാ ആ പടച്ചോനെ ആരപ്പത് ബാവേ ഇവിടെ വന്ന എന്നോട് കാര്യം ചോദിച്ചാണ്ടായി. വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടോ. ഭയങ്കര സന്തോഷായി. അനക്ക് പെണ്ണ് ശരിയായില്ലേ? എവിടുന്നാണ് ആ കുട്ടീനെ കിട്ടിയത്? എവിടെയാണ് കുട്ടീന്റെ വീട്? അറിഞ്ഞിട്ട് എന്തിനാ അതും കൂടി മുടക്കാനാ? എവിടുന്നാ കിട്ടിയത് വെച്ചാല് ഞാൻ സ്വന്തമായിട്ടാണ്ട് ഉണ്ടാക്കിയതാണ് ആ കുട്ടീനെ. ഒരു മുടക്കാൻ നടക്കണേ കള്ളക്കാക്ക. ഇനി ആരെങ്കിലും കല്യാണം മുടക്കി ഞാൻ കേട്ടല്ലോ, കയ്യും അടിച്ചാണ് മുറിച്ചു ഞാൻ. അപ്പൊ അതും ചീറ്റി വേറെ വല്ല പണി നോക്കപ്പോ ഇനി നല്ലത്.